സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരന്റെ മരണവും ആ മരണത്തിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളും. അതായത് ആ മരിച്ചതിന് ശേഷം ചെകുത്താൻ എന്ന് പറയുന്ന ഒരു ചെറ്റ ആ ഒരു ശ്രീനിവാസന്റെ മരണത്തിനെ കളിയാക്കിക്കൊണ്ടും മറ്റുള്ള കുറച്ച് നടന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിയും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, ഈ ശ്രീനിവാസൻ മരിച്ചതല്ല, ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതാണെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. ശരിക്കും അതിൻ്റെ പിന്നിലെ വാസ്തവം എന്താണ്? ശ്രീനിവാസൻ നമുക്കറിയാം, ഈ പറയുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ആ ഒരു ആരോഗ്യം മോശമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഏകദേശമൊക്കെ ഫുൾ റിക്കവർ എന്ന് പറയാൻ പറ്റില്ല, ഫുൾ റിക്കവറായിട്ട് വരില്ല, പ്രായവുമുണ്ട്, 69 വയസ്സുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏകദേശമൊക്കെ ഓക്കെ ആയി വരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യന്റെ മരണം കഴിഞ്ഞ ദിവസം സംഭവിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ആ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ക്രൈം ഓൺലൈൻ എന്ന് പറയുന്നൊരു ചാനലാണ്. ഞാൻ അവരുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്ത് 2-3 കാര്യങ്ങളെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ അതിലൊന്ന് മമ്മൂട്ടിയെ പറ്റിയും മറ്റൊന്ന് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ശ്രീനിവാസന്റെ മകനെ പറ്റിയുമാണ്. മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ സ്നേഹബന്ധങ്ങൾക്ക് വലിയ രീതിയിൽ വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പലതവണയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. മമ്മൂട്ടിയുടെ ആ ഒരു പേര് നിർദ്ദേശിച്ചൊരു വ്യക്തിയെ ചേർത്ത് പിടിച്ചൊരു മമ്മൂക്കയെ നമ്മൾ കണ്ടതാണ്. മമ്മൂട്ടി യുഗം, സ്നേഹയുഗം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ മമ്മൂക്കയുടെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങളിലും അപകടമുണ്ടായി പലരെ ഹെൽപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും മമ്മൂട്ടിയുടെ ആ ചേർത്ത് പിടിക്കൽ നമ്മൾ അവിടെയും അവിടെയും നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മമ്മൂക്കയ്ക്ക് എങ്ങനെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിയോഗം താങ്ങാനാവുക? മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് 500 രൂപയുടെ ഒരു ചെക്ക്, അതായത് 500 രൂപയുടെ ചെക്കാണ് നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ കാലത്താണ് കേട്ടോ, ഇപ്പോഴൊന്നും അല്ല. 500 രൂപയുടെ ചെക്ക് കൊടുത്തുകൊണ്ട് താൻ തിരക്കഥ എഴുതിയ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചൊരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്നാണ് മമ്മൂക്ക പറയുന്നത്. അതെങ്ങനെയാണ് മമ്മൂക്ക പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയെ പറ്റി ശ്രീനിവാസന്റെ മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഈ ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുന്ന ഒരു വീഡിയോ അതെടുത്തുകൊണ്ട് മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ കാണിക്കുമ്പോൾ മമ്മൂക്ക ആ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യനെ സാമ്പത്തികപരമായിട്ടും മറ്റുള്ള എല്ലാ രീതിയിലും മമ്മൂക്ക ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. മമ്മൂക്ക നമുക്കറിയാം, ശ്രീനിവാസൻ മാത്രമല്ല ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുത് എന്നുള്ളൊരു ധാർഷ്ട്യം, അല്ല അങ്ങനെ ഒരു ചിന്താഗതി മമ്മൂട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ആരും ഇന്നേ വരെ ഇങ്ങനെയുള്ള സഹായങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം ആളുകൾ മമ്മൂട്ടി എന്ന് പറയുന്നൊരു കലാകാരനെ വന്ന് കളിയാക്കുന്നത്. നമുക്കറിയാം, ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുസൽമാനായ മമ്മൂട്ടി തന്ന 1000 രൂപയും എന്നുള്ള രീതിയിൽ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് ഞാൻ ഹിന്ദുവായ ഞാൻ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ, അല്ലെ എൻ്റെ പ്രിയതമയുടെ കഴുത്തിൽ മിന്നു കെട്ടുകയാണ് ഉണ്ടായത്. അവിടെ എന്താണ് ജാതി, എന്താണ് മതമെന്നാണ് ശ്രീനിവാസൻ ചോദിച്ചത്. അതൊരു മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു കാര്യത്തിനേക്കാൾ അപ്പുറം നല്ല സുഹൃത്ത് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് ആളുകളെ പറ്റിയാണ് ശ്രീനിവാസൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് മമ്മൂക്ക ഉള്ളത്. ആളുകളുടെ കൂട്ടത്തിലെന്നല്ല, അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ് മമ്മൂക്ക. അങ്ങനെ ശ്രീനിവാസൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷവും നമ്മൾ പല വീഡിയോസും കണ്ടു. അതിൽ 1-2 വീഡിയോസ് ഞാൻ എന്തായാലും ആദ്യമേ ഒന്ന് പ്ലേ ചെയ്യാം. ആ വീഡിയോസ് പ്ലേ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ആ ശ്രീനിവാസന്റെ മരണത്തിന് കാരണമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതൊന്ന് പ്ലേ ചെയ്യാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ശ്രീനിവാസൻ മരിച്ചതല്ല, അദ്ദേഹത്തെ കൊന്നതാണ്. അതും വെറും കൊലയല്ല, വിഷം കൊടുത്ത് കൊന്നതാണ്. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യമാണോ? ഇതിന് ഒരുപാട് തെളിവുകളുണ്ട്. എന്താണ് അങ്ങേക്ക് പറയാം? ശരിയാണ്, ശ്രീനിവാസനെ കൊന്നത് തന്നെയാണ്, വിഷം കൊടുത്ത് തന്നെയാണ്. ആരാണ് അതിന് പിന്നിൽ എന്നുള്ളതാണ്. അതിന് പിന്നിൽ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് ഗൗതം തന്നെ ബാക്കി കാര്യങ്ങൾ പറയുക. കാരണം അതങ്ങനെ പെട്ടി തുറന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ, ആകാരത്തിൽ ഇങ്ങനെ കാണാൻ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് സിനിമയിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ എഴുത്തിലൂടെ കഴിയുമെന്ന് അദ്ദേഹമല്ല തിരഞ്ഞെടുത്ത്, അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു. പ്രിയദർശൻ ഓർഡർ അമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൊക്കെ തിരക്കഥ എഴുതുമ്പോൾ ശ്രീനിവാസനോട് പൂച്ചയ്ക്കൊരു മൂക്കുത്തി തിരുവനന്തപുരത്തെ ഒരു ചെറിയൊരു വ്യവസായി, എനിക്കിന്നും അറിയാം, മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പൂച്ചയ്ക്കൊരു മൂക്കുത്തി പ്രിയദർശന് ഞാനാണ് അവസരം കൊടുത്തതെന്ന്. അയാൾ ചിത്രദേശം എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ പത്രാധിപരായിരുന്നു, വേലപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഈ ചിത്രദേശം വേലപ്പനാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി എടുത്തത്. അപ്പോൾ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയുടെ സംവിധായകനായ പ്രിയദർശൻ ഒരു വേള നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് എഴുതരാമെന്ന് ചോദിച്ചു. ഒരു കഥ ഉണ്ടെങ്കിൽ ആ കഥ ഒന്ന് ഡെവലപ്പ് ചെയ്തരാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ശ്രീനിവാസൻ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഗതികെട്ട് എഴുതിയതാണ്. അപ്പോൾ നമ്മൾ അത് നോക്കുമ്പോൾ ഒരു താരതമ്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ സിനിമയിൽ ഒരു ഗായകനായിട്ടാണ് വന്നത്.
അത് നമുക്ക് പറയേണ്ടി വരും. കാര്യം വിനീത് ശ്രീനിവാസനും വലിയ ആകാരഭംഗിയൊന്നുമില്ല, അദ്ദേഹം ഒരു നടനാണ്. പക്ഷേ ആകാരഭംഗിയില്ലാത്ത വിനീത് ശ്രീനിവാസൻ, ആകാരഭംഗിയിൽ ഞാൻ ഒരിക്കലും പറയില്ല, നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു പേര്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനീത് ശ്രീനിവാസൻ, കഴിവുള്ള സമയത്ത് അവൻ്റെ അനിയനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഉപമ പറഞ്ഞതാണ്, ശ്രീനിവാസനും സുന്ദരനാണ്, ശ്രീനിവാസനെ വളരെ ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഒരു വഴി ഒരു വേള തിരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ കരളെ എൻ്റെ കരളെ എന്ന ഉദയനാണ് തരത്തിലെ പാട്ടാണ് വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ, അദ്ദേഹം ഒരു കുഞ്ചൻ നമ്പ്യാർ തന്നെ പറയാം. അദ്ദേഹം കണ്ടില്ലേ, ഇവർ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ കാണാനൊരു ഭംഗിയില്ലാത്ത അഭംഗിയുള്ള കുറച്ച് ആളുകളാണ് ശ്രീനിവാസനും ശ്രീനിവാസന്റെ മക്കളും. വിനീത് ശ്രീനിവാസനും ഒരു ആകാര ഭംഗിയൊന്നുമില്ല, അതായത് ഒരു സിനിമാ നടൻ എന്ന് പറയാനുള്ളൊരു ഭംഗിയൊന്നുമില്ല. പെട്ടെന്ന് അത് വിവാദമാവുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആ മണ്ടൻ പെട്ടെന്ന് വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നതിൽ ശ്രദ്ധേയം ഒരു കാര്യം, ശ്രീനിവാസൻ കറുത്തിട്ടാണ്, വലിയ ഭംഗിയൊന്നുമില്ല, വലിയ സൗന്ദര്യമുള്ളൊരു നടനൊന്നുമല്ല. അങ്ങനെയുള്ളൊരു ശ്രീനിവാസനെ കൊന്നു കളഞ്ഞതാണ്. ശ്രീനിവാസനെ നിർബന്ധിച്ച് കഥ എഴുതിപ്പിച്ചത് പ്രിയദർശനും സത്യനന്ദിക്കാടുമാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരാണോ കൊന്നത്? ഇനി അതോ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒരുമിച്ച് കൊന്നു കളഞ്ഞാണോ? ഇനി ശ്രീനിവാസന്റെ ഭാര്യയാണോ കൊന്നു കളഞ്ഞത്? ഇനി അതല്ലെങ്കിൽ അതുല്യനായ ഒരു കലാകാരനാണ്, മറ്റുള്ളവർക്ക് പകരം വെക്കാനായിട്ട് സാധിക്കാത്ത, അല്ലെ ഒരു കലാകാരനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് അറിഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് കൊന്നു കളഞ്ഞാണോ? അല്ലെ കൊട്ടേഷൻ കൊടുത്ത് മലയാള സിനിമാ രംഗത്തുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് കൊന്നു കളഞ്ഞാണോ? എന്തൊരു മണ്ടത്തരമൊക്കെയാടാ വിളിച്ച് പറയുന്നത്. സ്വന്തം റീച്ചിന് വേണ്ടിയിട്ടും സ്വന്തം കീശ ഇങ്ങനെ നിറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവരെ പറ്റി അപരാധങ്ങൾ വന്നിരുന്ന് പറയുന്ന വൃത്തികെട്ട പരിപാടി. ഇതിനൊക്കെ പറയേണ്ട പേരുകൾ വേറെയാണ്, ഞാൻ അതൊന്നും പറയുന്നില്ല. ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്ത് പേരാണെന്നുള്ളത്. ഞാൻ പലപ്പോഴും പലരെയും പറഞ്ഞിട്ടുണ്ട്, ഈ തന്തയില്ലായ്മ പറയുന്ന ഇവന്മാരെ എനിക്കത് പറയാനായിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആത്മസമീപനം പാലിക്കുകയാണ്. കാരണം നിങ്ങൾ പൂരിപ്പിച്ചെടുത്തു, ഇവന്മാരുടെയൊക്കെ വീട്ടിൽ ഇവൻ്റെയൊക്കെ അച്ഛനും അമ്മയും ചത്താലും ഇവനെയും കൊണ്ടൊക്കെ ഇത് തന്നെ പറയിപ്പിക്കണം. കാരണം ഇവൻ ധ്യാൻ ശ്രീനിവാസനും അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് നിർത്തുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി ആ വീഡിയോയിൽ ത്രൂ ഔട്ട് ഇപ്പോൾ ശ്രീനിവാസൻ മരിച്ചതാണെന്നൊക്കെ പറഞ്ഞു വരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിലും ഇവന്മാരുടെ തുടക്കത്തിലുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തോ ഒരു ഈ പറയുന്ന കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? റീച്ചിന് വേണ്ടിയിട്ട്. ആ വീഡിയോ പെട്ടെന്ന് റീച്ചുമായി. അതായിരുന്നു അവന്മാരുടെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് അവന്മാർ വീഡിയോയും ചെയ്തത്. ഒരാളുടെ മരണം വിറ്റ് കാശാക്കുന്ന തന്തയ്ക്ക് പിറക്കാഴികയാണ് നമ്മളിവിടെ കാണുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് തന്തയില്ലാത്തവന്മാരും. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പം നമുക്ക് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയതാണ്. ആ ഒരു വീഡിയോയിൽ ധ്യാൻ എടുത്തു പറയുന്നൊരു കാര്യം നിങ്ങളോടൊന്ന് കേട്ട് നോക്കുക. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അയാള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിലെത്തും. ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ, എന്റെ അച്ഛനാണ്. പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം ആ വീഡിയോ കാണുന്ന നിങ്ങളുടെയും കണ്ണുകൾ നിറയും. ആ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു മകൻ, അല്ലെ അച്ഛനോട് ഒരുപാട് സ്നേഹമുള്ള ഒരു മകൻ, അങ്ങനെ ഒരു മകനാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. വിനീതിനേക്കാൾ ഒരുപാട് സ്നേഹമാണ് ധ്യാനിന് അച്ഛനോട്. ആ ധ്യാനും അല്ലെങ്കിൽ ധ്യാനിനോട് ശ്രീനിവാസനും അതേ സ്നേഹമാണ്. ഒരു കുസൃതി കുട്ടിയോടെന്നുള്ളൊരു ലാഘവത്തിൽ ധ്യാനൂട്ടൻ വിനീതൂട്ടൻ എന്നാണ് ധ്യാനിൻ്റെയും വിനീതിൻ്റെയും ഒക്കെ അമ്മ ഇവരെ രണ്ടുപേരും വിശേഷിപ്പിക്കുന്നത്, അല്ലെ വിളിക്കുന്നത്. അപ്പോൾ ശ്രീനിവാസൻ മക്കളെ ചെറുപ്പം മുതൽ ഒരു സ്വാതന്ത്ര്യം കൊടുത്താണ് വളർത്തിയത്. അതായത് തൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ളൊരു സ്വാതന്ത്ര്യം. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ വളർത്തിയെടുത്തൊരു മകൻ്റെ കാര്യം പറയുമ്പോൾ, അല്ലെ ഒരു മകൻ അച്ഛനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ രണ്ടുപേരിലും പ്രകടമാണ്, അല്ലെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ, അല്ലെ നിങ്ങളുടെ മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ്. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അത്രയും വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. കാരണം അയാൾ എൻ്റെ അച്ഛനാണ് എന്നാണ് ധ്യാൻ പറയുന്നത്. അഭിമാനത്തോടു കൂടിയാണ് ധ്യാൻ അവിടെയെല്ലാം വിളിച്ച് പറയുന്നത്. വയ്യാത്ത സാഹചര്യത്തിലും ശ്രീനിവാസൻ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടി നടക്കുന്ന സാഹചര്യത്തിലുമെല്ലാം ധ്യാൻ ശ്രീനിവാസൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ, രണ്ട് മക്കളും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതിനെതിരെയാണ് പല ആളുകളും ഇപ്പോൾ രോഷം പുറപ്പെടുവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്മാരുടെ ഉള്ളിലുള്ള വിരോധം ഇങ്ങനെ പുറത്തേക്ക് പുറപ്പെടുവിച്ചുകൊണ്ട് വരുന്നത്. ഇതൊരു കഷ്ടമാണ്. ഇനി നമുക്ക് വേറൊരു വീഡിയോ, മമ്മൂക്കയുടെ ഒരു വീഡിയോ കാണാം. അതായത് മമ്മൂക്ക എപ്പോഴും പൈസ തരുമായിരുന്നത് ധ്യാൻ ശ്രീനിവാസനോട് പറഞ്ഞ കാര്യം, ധ്യാൻ ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത വീഡിയോ, ആ വീഡിയോ മമ്മൂക്കയുടെ മുൻപിൽ കാണിക്കുമ്പോൾ എന്താണ് മമ്മൂക്ക പറയുന്നതെന്നും അതിലെ ശരിക്കും ശ്രീനിവാസൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെയാണ്. അച്ഛൻ പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ്
എപ്പോഴും ഫ്രീ ആണ്. ഫുഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഫുഡ് ഇങ്ങനെ കിട്ടുകയും കൂടെ പിന്നെ പോകുന്ന സമയത്ത് കുറച്ച് കാശ് വെച്ചാൽ ചിലപ്പോൾ അതും കാശും തരും പുള്ളി. അവൻ തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിക്കും. അല്ല, തന്നില്ലെങ്കിൽ അത് മേടിച്ചോണ്ടൊക്കെ മടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം? ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. അതിന് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല. പൈസയുടെ കാര്യത്തിൽ പുള്ളി അതിങ്ങനെ പറഞ്ഞായിരിക്കും. ഞാനും അങ്ങനെ പൈസ എനിക്ക് പുള്ളി ആദ്യം തരുന്നത്. എനിക്ക് മേളയിൽ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് 500 രൂപയുടെ ചെക്ക് തരുന്ന പുള്ളിയാണ് സിനിമയിൽ. മനസ്സിലാക്കണം. അതിന്റെ പുള്ളി എവിടെ നിന്ന് പൈസ മേടിക്കണ? എനിക്ക് സിനിമയിൽ അഭിനയിച്ച ഒരു പ്രതിഫലമായിട്ട് 500 രൂപയുടെ ഒരു ചെക്ക് തരുന്നത് ശ്രീനിവാസന്. ടൈറ്റിലായാലും കണ്ടില്ലേ, ഇതാണ് മമ്മൂട്ടി, ഇതാണ് സ്നേഹബന്ധങ്ങൾക്ക് വില നൽകുന്ന മമ്മൂക്ക. നമുക്കിനി അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം. അച്ഛൻ പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് എപ്പോഴും ഫ്രീ ആണ്. ഫുഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. കുറച്ച് കാശ് വെച്ചാൽ ചിലപ്പോൾ അതും വേറെ ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. ചോദിച്ചു വാങ്ങിക്കുന്നു. മമ്മൂട്ടിയുടെ കൂടെ പോയാൽ അന്നത്തെ ഊണിനും ചായക്കൊന്നും വേറെ ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. മമ്മൂട്ടിയുടെ കയ്യിൽ കാശുണ്ടല്ലോ. രാത്രി പിരിയാൻ നേരത്ത് 100-200 രൂപയും മമ്മൂട്ടി തരും. തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങും. പൈസ എനിക്ക് പുള്ളി ആദ്യം തരുന്നത്. എനിക്ക് മേളയിൽ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് 500 രൂപയുടെ ചെക്ക് തരുന്ന പുള്ളിയാണ് സിനിമയിൽ. മനസ്സിലാക്കണം. അതിന്റെ പുള്ളി എവിടെ നിന്ന് പൈസ മേടിക്കണ? അച്ഛൻ പറയുന്ന കണ്ടില്ലേ, ഇതാണ് മമ്മൂട്ടി ചെയ്തത്. മമ്മൂട്ടി പറയുകയില്ല. മമ്മൂട്ടി ചെയ്തതിനെ പറ്റി ശ്രീനിവാസന് നല്ല ഓർമ്മയുമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയിപ്പിക്കാൻ വലിയ പാടാണ്. പക്ഷേ മമ്മൂക്കയെ പറ്റി എല്ലാ ആളുകളും നല്ലത് പറയും. കാരണം ആ മമ്മൂക്ക ചെയ്തു വെക്കുന്ന നല്ല പ്രവർത്തികൾ തന്നെയാണ്. എല്ലാ ആളുകളെയും ജീവിച്ചിരിക്കുമ്പോൾ വലിയ രീതിയിൽ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. ആ മമ്മൂക്ക ശ്രീനിവാസന്റെ മകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയ മറ്റേതാണെന്ന് കാണിക്കാനൊന്നും അദ്ദേഹം അഭിനയിക്കുകയോ അല്ലെ പറയുകയൊന്നും ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് 500 രൂപ ആദ്യമായിട്ട് തന്നത് ശ്രീനിവാസനാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വലിയ സ്ഥാനം ശ്രീനിവാസനുണ്ട്. എന്തുകൊണ്ടാണ്? ആ 500 രൂപ കൊടുത്തത് കൊണ്ടാണോ? ആ 500 രൂപ എന്ന് പറയുന്നൊരു പ്രതിഫലം അന്നത്തെ കാലത്ത് വലിയൊരു കാശാണ്. ആ ഒരു കാശ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു നടനാക്കി, അല്ലെ തന്നെ ഒരു നടനാക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ ഹെൽപ്പ് ചെയ്തൊരു കാര്യത്തെ പറ്റിയാണ് മമ്മൂക്ക പറയുന്നത്. അപ്പോൾ അതിനെ ഇതൊന്നും മനസ്സിലാക്കാത്ത കുറച്ച് മണ്ടന്മാരാണ് വന്നിരുന്നുകൊണ്ട് ശ്രീനിവാസനെയും മമ്മൂട്ടിയും മോഹൻലാലിനെയും എല്ലാവരെയും വെച്ചുകൊണ്ട് കള്ളത്തരങ്ങളും വൃത്തികേടുകളും പറയുന്നത്. നമ്മൾ കാണുന്നത് ശ്രീനിവാസനെ പോലെയുള്ള, മമ്മൂട്ടിയെ പോലെയുള്ള, ഈ അശോകൻ ബാലൻ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളെയൊക്കെ പോലെയുള്ള ഒരു വലിയ മനുഷ്യ സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന, മൂല്യം കൊടുക്കുന്ന 2-3 ആളുകളെയാണ്, അല്ലെങ്കിൽ കുറച്ച് ആളുകളെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ മലയാള സിനിമയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കാണാനിടയുണ്ടായത്. മമ്മൂക്ക എന്ന് പറയുന്നൊരു നല്ല മനുഷ്യനെ നമുക്ക് കിട്ടിയതും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രീനിവാസനെ കൊന്നത് ആരാണെന്നുള്ള ചോദ്യം ഒരു വാല്യൂ ഇല്ലാത്ത, ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യം കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ആ അദ്ദേഹം ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ആത്മാവ് ആകാശത്തിലേക്ക് പോയിരിക്കുന്നത്, അല്ലെ പരലോകത്തിലേക്ക് പോയിരിക്കുന്നത്. കാരണം ആ മക്കളുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ച ആ മക്കൾ എപ്പോഴും സന്തോഷത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തെ നോക്കിയിട്ടുള്ളൂ. എല്ലാ സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ മോശം അവസ്ഥ ആയിക്കോട്ടെ, നല്ല അവസ്ഥ ആയിക്കോട്ടെ, ഈ എല്ലാ അവസ്ഥകളിലും വളരെ നല്ല രീതിയിൽ ഒരു അച്ഛനും മകനും എന്നുള്ളതിനേക്കാൾ അപ്പുറം 2 കൂട്ടുകാരെ പോലെയാണ് അവരെല്ലാം പങ്കിട്ടിട്ടുള്ളത്, അവരെല്ലാം സംസാരിച്ചിട്ടുള്ളത്, അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ മോശമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് വരുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഈ പറയുന്ന അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന കുറച്ച് ആളുകളുടെ ആ ഒരു മനസ്സും അവരുടെ കരുതലുമാണ് നമ്മളിവിടെ കാണുന്നതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.